ഏകദേശം 200 വർഷക്കാലത്തോളം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതിന് അന്ത്യം കുറിച്ചുകൊണ്ട് 1947 ഓഗസ്റ്റ് 14-15 മിഡ്നൈറ്റിൽ ഇന്ത്യ ഇൻഡിപെൻഡന്റ് നേഷനായിട്ട് ഡിക്ലെയർ ചെയ്തു. അത് എല്ലാവരും ആഘോഷിക്കുകയും ചെയ്തു. അതിനുശേഷവും ഓരോ വർഷവും നമ്മളത് ആഘോഷിക്കുന്നുമുണ്ട്. എങ്കിൽ ആ ദിവസത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിൽ നടന്ന മൈഗ്രേഷനെ പറ്റി എത്ര പേർക്കറിയാം? ഇന്ന് വരെ ലോകം കണ്ടതിൽ അതിദാരുണമായ ഒരു മൈഗ്രേഷൻ ആയിരുന്നു ഇന്ത്യ പാകിസ്ഥാനിൽ അന്ന് നടന്നത്. ജാതിമതത്തിന്റെ പേരിലായിരുന്നു ആ പലായനം തുടക്കം കുറിച്ചത്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മുസ്ലിം മെജോറിറ്റി പാകിസ്ഥാനിലേക്ക് പോയതും പാകിസ്ഥാനിലെ ഹിന്ദു മെജോറിറ്റി ഇന്ത്യയിലേക്ക് വന്നതും ജീവന് പേടിച്ചുകൊണ്ട് മാത്രമായിരുന്നു, ജീവിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായിരുന്നു. ജാതിമതത്തിന്റെ പേരിൽ തമ്മിലടിക്കുകയും അതിക്രൂരമായി കൊന്നൊടുക്കുകയും ചെയ്തിരുന്ന ആ കാലഘട്ടത്ത് കണ്ണിൽ കാണുന്ന എല്ലാ പെൺകുട്ടികളെയും അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ ആ സംഭവം പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുത്തുകാരൻ ഫൈസൽ ഒരു കഥ എഴുതിയപ്പോൾ സ്വാതന്ത്ര്യത്തിനും അപ്പുറം എന്ന ഈ പുസ്തകത്തിലെ റാം എന്ന ആ ഷോർട്ട് സ്റ്റോറിക്ക് ജീവൻ നൽകുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഫൈസൽ എഴുതിയ സ്വാതന്ത്ര്യത്തിനും അപ്പുറം എന്ന ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കറണ്ട് ബുക്സ് ആണ്. ഇതിൽ 5 ഷോർട്ട് സ്റ്റോറീസ് ആണ് ഉള്ളത്. അതിൽ ഒരെണ്ണമാണ് ഞാൻ ഈ പറഞ്ഞ റാം എന്ന സ്റ്റോറി. ഇതിലെ മറ്റൊരു സ്റ്റോറിയാണ് കപ്പൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സ്റ്റോറിയാണ് കപ്പലും റാമും. റാമും കപ്പലും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കഥ തന്നെയാണ്.